Good morning, friends. Myself, Praful. I am going to be teaching small sections of the 9th standard, chapter number 4. Okay. Hope you all of you fine. Yeah, good. Okay. Let us discuss. Okay. Before that, take a deep breath. Okay. Take a deep breath. നന്നായി ഒന്ന് ശ്വാസം വലിച്ചേ. Relax. Once again. Once more time. Please repeat this. Okay. Take a deep breath and relax. Okay. അപ്പോൾ നിങ്ങൾ ശ്വാസം എടുത്തപ്പോൾ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചോ? നിങ്ങൾക്ക് ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തപ്പോൾ എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾക്ക് സംഭവിച്ചോ? വാട്ട് ഹാപ്പൻ ടു യുവർ ബോഡി? യു ഗെറ്റ് സം റിലാക്സേഷൻ, ഇസ് ഇറ്റ്? യാ, വി ഗെറ്റ് സം പോസിറ്റീവ് എനർജി. After take a deep breath, we get some positive energy. Is it right? Yes. അപ്പം നമ്മൾ നന്നായി ഒന്ന് ശ്വാസം എടുത്തു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു? നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയല്ലേ? അതെ, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. വൈ ഷുഡ് വി ഈറ്റ് ഫുഡ്സ്? നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കുന്നത്? എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? അതെ, എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക? ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഡൈജഷനും ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു, വായിലൂടെ ചവച്ചരയ്ക്കുന്നു, ഈസോഫാഗസിലൂടെ പോയി സ്റ്റൊമക്കിലെത്തി സ്മോൾ ഇൻഡസ്ട്രീൻ, ലാർജ് ഇൻഡസ്ട്രീൻ, ഏനസ് വഴി പുറത്തോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ആഫ്റ്റർ ഡൈജഷൻ നമുക്ക് എന്ത് കിട്ടുന്നു? കുറേ ന്യൂട്രിയൻസ് കിട്ടുന്നു അല്ലേ? ശരിയല്ലേ? അപ്പം നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് ഭക്ഷണത്തിലൂടെ കിട്ടാറുണ്ട്. വെൻ വി ഈറ്റ് ഫുഡ് വി ഗെറ്റ് സം കൈൻഡ് ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, ആഫ്റ്റർ ദി അബ്സോർപ്ഷൻ ഈ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിലോട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് അബ്സോർബേഷൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ന്യൂട്രിയൻസ് ഒക്കെ ഓരോ ടിഷ്യൂസിലും സെൽസിലോട്ടും ബ്ലഡ് വഴി എത്തിച്ചേരുന്നു അല്ലേ? ഇതാണ് നമ്മുടെ ഡൈജഷന്റെ പ്രോസസ്സ്. എന്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരം? ആഫ്റ്റർ ഡൈജഷൻ ഇറ്റ് റീച്ചസ് ഇൻ ടു ദി nutrients which reaches into the blood. From the blood the nutrients directly enters into the different types of tissues or cells. ഓരോ സെൽസിലും എന്ത് എത്തുന്നുണ്ട്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തില് ന്യൂട്രിയൻസ് എത്തുന്നുണ്ട്. അപ്പോൾ ഈ സെൽസിനകത്ത് ന്യൂട്രിയൻസ് എത്തുന്നു. അപ്പൊ സെൽസിന് എന്ത് വേണം? സെൽസിനകത്താണ് എന്തുണ്ടാവുന്നത്? എനർജി. ഇപ്പൊ എനർജിയുടെ റിലീസ് സംഭവിക്കുന്നവിടാണ് ദ ലൊക്കേഷൻസ് ഓഫ് എനർജി റിലീസസ് ഫ്രം ഇൻസൈഡ് ദി സെൽ. സെൽസിനകത്താണ് എന്ത് സംഭവിക്കുന്നത്? എനർജി റിലീസ് ആവുന്നത്, അല്ലെങ്കിൽ എനർജി ഉണ്ടാവുന്നത്. എനർജി ഇൻ ദ ഫോം ഓഫ് ATP. അതൊക്കെ പിന്നെ പഠിക്കാം. അപ്പോൾ എനർജി ഉണ്ടാവുന്ന എവിടെ വെച്ചിട്ടാണ്? സെൽസിന്റെ അകത്ത് വെച്ചിട്ടാണ്. ഈ സെൽസിന്റെ അകത്ത് എനർജി സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കണം. സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കണം. എന്തില്? നമ്മുടെ ഓരോ സെൽസിലും. അപ്പോൾ ഓരോ സെൽസിനും എനർജി വരണമെങ്കിൽ അവിടെ അതിനകത്ത് എന്ത് നടക്കണം? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കണം. അങ്ങനെ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഏതെങ്കിലും ഒരു വാതകം അത്യാവശ്യമായിട്ട് വേണം അല്ലേ? Is there any kind of gases is necessary for cellular respiration? Do you think? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വാതകം അല്ലെങ്കിൽ ഗ്യാസ് മസ്റ്റായിട്ട് വേണം ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ? അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ് ആ ഗ്യാസ് എന്ന് പറയുന്നത്? മറ്റൊന്നുമല്ല, ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. ഇപ്പൊ സെല്ലുലാർ റെസ്പിറേഷൻസിന് അല്ലെങ്കിൽ സെൽസിന്റെ ശ്വസനത്തിന് അല്ലെങ്കിൽ സെൽസിന്റെ റെസ്പിറേഷന് എന്താ അത്യാവശ്യമാണ്? ഓക്സിജൻ അത്യാവശ്യമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഓക്സിജൻ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമുക്ക് എവിടെ നിന്നാണ് ഓക്സിജൻ കിട്ടുന്നത്? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? എവിടെ നിന്നാണ് നമുക്ക് ഓക്സിജൻ കിട്ടുക? മറ്റെവിടെ നിന്നല്ല, ഫ്രം ദ അറ്റ്മോസ്ഫിയർ. വി ഗെറ്റ് ദ ഓക്സിജൻ ഫ്രം അവർ അറ്റ്മോസ്ഫിയർ. അല്ലെങ്കിൽ എയറിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് വേണ്ട ഓക്സിജൻ കിട്ടുക. എങ്ങനെയാണ് നമുക്ക് വേണ്ട ഓക്സിജൻ
ഫ്രം ദ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായ ഓക്സിജൻ നമ്മളിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ്? അതെ, എല്ലാവർക്കും അറിയാം അല്ലെ? എന്ത് ചെയ്യും? നമ്മൾ റെസ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, എന്താണ്? നമ്മൾ റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് വേണ്ട ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? The respiratory system. It's nothing but our topic is what? Respiratory system or parts of the respiratory system. Okay. Okay friends, today now we are going to discuss a detailed discussion about the respiratory system. Actually, what is a respiration? എന്താണ് റെസ്പിറേഷൻ? ഗ്യാസ് എക്സ്ചേഞ്ച്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ദാറ്റ്സ് ഇൻടേക്കിംഗ് ഓഫ് ഓക്സിജൻ ആൻഡ് ഔട്ടേക്കിംഗ് ഓർ ഇൻഹേലിംഗ് ഓഫ് ദ ഓക്സിജൻ ആൻഡ് എക്സേലിംഗ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ അകത്തോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? റെസ്പിറേറ്ററി സിസ്റ്റംസ് എന്ന് പറയാം. വാട്ട് ഈസ് എ റെസ്പിറേറ്റർ ഓർ വാട്ട് ഈസ് എ റെസ്പിറേഷൻ? ഇൻഹേലിംഗ് ഓഫ് ഓക്സിജൻ ആൻഡ് എക്സേലിംഗ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു തെറ്റിദ്ധാരണ പൊതുവെ എല്ലാവർക്കും ഉള്ളത് എന്താണ്? നമ്മൾ ശ്വസിക്കുന്നു അല്ലെ? ശ്വസിക്കുമ്പോൾ ഓക്സിജൻ മാത്രം തെരഞ്ഞുപിടിച്ചിട്ടാണോ ശ്വസിക്കുക? അല്ല. എന്ത് ചെയ്യുന്നു? ഇൻടേക്കിംഗ് ഓഫ് എയർ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ അവിടെയുള്ള എയറിനെയാണ് എന്ത് ചെയ്യുക? അകത്തോട്ട് എടുക്കുക, എന്നിട്ട് പുറത്തോട്ട് വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇൻടേക്കിംഗ് ഓഫ് ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, അവിടെ മാത്രമാണോ നമ്മൾ ശ്വസിക്കുന്നത്? അല്ല. നമ്മളിത് അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് അല്ലേ? നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഇന്ന് ശ്വസിക്കേണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഇച്ഛ അനുസരിച്ചല്ലാതെ എന്താ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിഷ അനുസരിച്ച് നടക്കാത്തതായ ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടുഡേ നൗ വി ആർ ഗോയിങ് ടു മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദി റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പൊ എന്താണ് റെസ്പിറേഷൻ എന്ന് മനസ്സിലായി. അതായത് ഇൻഹേലിംഗ് ഓഫ് ഓക്സിജനും എക്സ്ഹേലിംഗ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് എന്ത്? സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുകയാണ് എന്തില്? നമ്മുടെ ശരീരത്തിൽ. അപ്പൊ ഇതിന്റെ പാർട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് ഇസ് ദ പാർട്സ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം? ദ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഇറ്റ് ബിഗിൻസ് വിത്ത് നോസ്ട്രിൽസ്. നമ്മുടെ മൂക്കിന്റെ, അതിനാണ് നമ്മൾ എന്ത് പറയാം? നോസ്ട്രിൽസ് എന്ന് പറയാം. ഈ നോസ്ട്രിൽസ് എന്തിനാണ്? എയറിനെ ഇൻടേക്ക് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പെൽ ചെയ്യാനും, അകത്തോട്ടെടുക്കാനും പുറത്തോട്ടെടുക്കാനും അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്നത് തുടങ്ങുന്നത് എവിടെ നിന്ന് വെച്ചിട്ടാണ്? നോസ്ട്രിൽസ് എന്ന് പറയും. ഈ നോസ്ട്രിൽസ് എന്തുണ്ട്? 2 ഹോൾ ഉണ്ട്. അപ്പൊ ആ ഹോളിലൂടെ എന്ത് ചെയ്യുന്നു? എയർ ഉള്ളിലോട്ട് എടുക്കുന്നു, അതുപോലെ തന്നെ എയർ പുറത്തോട്ടും തള്ളപ്പെടുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മെയിൻലി ഹെൽപ്സ് ടു ഇൻടേക്കിംഗ് ഓഫ് എയർ ആൻഡ് അതുപോലെ തന്നെ ഔട്ടേക്കിംഗ് ഓർ എക്സ്പെല്ലിംഗ് ഓഫ് ദി എയർ. ഓക്കെ, intaking and expelling of air or air passes through the first one, that is the initial stage, or the first part is the nose or nostrils. Okay, then second one is the nasal cavity. What is the first one? Nostrils. Then it leads to the nasal cavity. Nasal cavity എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നമ്മുടെ ആ ഒരു ദ്വാരം, നാസാദ്വാരം എന്നൊക്കെ പറയുന്ന നേസൽ ക്യാവിറ്റി. ഇതിനകത്ത് ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള ഹെയർസ് പ്രസന്റ് ആണ്. അപ്പൊ എന്താണ്? ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ്, ഇനീഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു? നോസ്ട്രിൽസ്. Then it leads to the nasal cavity. Okay, it is like a cavity that connect the nostrils to the lungs ആയിട്ടോ അല്ലെങ്കിൽ ട്രക്കി ആയിട്ടോ കണക്ട് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? nasal cavity പറയുന്നത്. But it is the part which connect to the nostrils. It connect the nostrils to the trachea. Trachea ആയിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമുക്ക് എന്ത് പറയാം? nasal cavity. Nasal cavity leads to the trachea. Nasal cavity എന്തിനോട്ട് നയിക്കുന്നു? ട്രക്കിയിലോട്ട് നയിക്കുന്നു. ആക്ച്വലി വാട്ട് ഈസ് എ ട്രക്കിയ? ഇതൊരു ട്രക്കിയയ്ക്ക് നമുക്ക് ഇംഗ്ലീഷിൽ വേറെ ഒന്നുകൂടി പേര് പറയും, വിൻഡ് പൈപ്പ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വാട്ട്? വിൻഡ് പൈപ്പ്. ദ ട്രക്കിയ ഈസ് ആൾസോ നോൺ ആസ് ദി വിൻഡ് പൈപ്പ്. മനസ്സിലായോ? ദ ട്രക്കിയ ഈസ് ആൾസോ നോൺ ആസ് വിൻഡ് പൈപ്പ്. ഇത് വളരെ എന്താ പറയാ, തിന്നായിട്ടുള്ള അല്ലെങ്കിൽ എന്താ നേർത്തതായിട്ടുള്ള ഒരു ട്യൂബാണ് എന്തെന്ന് പറയുന്നത്?
ട്രക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രക്കി നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും പുറത്തോട്ട് വിടുമ്പോഴും ഈ ട്രക്കി അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ആ ട്യൂബിന്റെ ഷേപ്പ് നിലനിർത്തണമെങ്കിൽ, അത് വളരെ തിന്നായിട്ടുള്ള ട്യൂബാണ്, അപ്പൊ അത് നിലനിർത്തണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണ്ടേ. സോ ആ ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഒരു കവറിങ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് റിങ്സ് എന്തിൽ പ്രസന്റ് ആണ്? നമ്മുടെ ട്രക്കിയിലോട്ട് പ്രസന്റ് ആണ്. അപ്പോൾ എന്ത് പ്രസന്റ് ആണ് അവിടെ? അതായത് നമ്മുടെ ഈ ട്രക്കി എന്ന് പറയുമ്പോൾ ഏകദേശം 2 സെന്റിമീറ്ററോളൊക്കെ നീളം വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ട്രക്കി എന്ന് പറയുന്നത്. അപ്പോൾ ട്രക്കിയെ കവർ ചെയ്തിട്ട് ആ ഒരു തിന്നായിട്ടുള്ള ഒരു ട്യൂബിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? കാർട്ടിലേജിനസ് ഈ ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് പ്രസന്റ്. കാർട്ടിലേജിനസ് റിങ്സ് പ്രസൻസ് ഇൻ ദി ട്രക്കി. ട്രക്കിയിൽ കാർട്ടിലേജിനസ് റിങ്സ് എന്താണ്? പ്രസന്റ് ആണ്. പിന്നെ ദെൻ ദ ട്രക്കിയെ ഡിവൈഡ്സ് ഇൻ ടു ഒരു ഡൈക്കോട്ടോമസ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദ ട്രക്കിയെ വിച്ച് ഡിവൈഡ്സ് ഇൻ ടു ബ്രോങ്കസ് ഓർ 2 ബ്രോങ്കെ ആയിട്ടോ ബ്രോങ്കസ് ആയിട്ടോ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ ഫസ്റ്റ് വൺ ഇസ് എവിടെയാണ് നമ്മൾ തുടങ്ങിയത്? ഫ്രം ദി നോസ്ട്രിൽസ് ദെൻ നേസൽ ക്യാവിറ്റി കഴിഞ്ഞ് പറഞ്ഞതായിരുന്നു ട്രക്കിയെ ദാറ്റ് ഡിവൈഡ്സ് ഇൻ ടു ബ്രോങ്ക്. 2 ബ്രോങ്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ബ്രോങ്കസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ദി ബ്രോങ്കിയോൾസ്. എന്ത് ചെയ്യുന്നുണ്ട്? ഈ 2 ബ്രോങ്കസ് വീണ്ടും ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ഓരോ ബ്രോങ്കസും ഫർദർ ഡിവൈഡ് ചെയ്തിട്ട് എന്താവുന്നുണ്ട്? ബ്രോങ്കിയോൾസ് ആവുന്നുണ്ട്. അതായത് അതിന് വെച്ച് തിന്നായിട്ടുള്ള ട്യൂബിലേക്ക് സ്ട്രക്ചർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രോങ്കിയോൾസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഓരോ ബ്രോങ്കിയോൾസും ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് അവിടെ നിന്ന് നോസ്ട്രിൽസ്, പിന്നെ നേസൽ ക്യാവിറ്റി, അത് കഴിഞ്ഞ് ട്രക്കിയെ പറഞ്ഞു. ട്രക്കി ഫർദർ ഡിവൈഡഡ് ഇൻ ടു ബ്രോങ്കെ പറഞ്ഞു. 2 ബ്രോങ്കെ ഫർദർ ഡിവൈഡഡ് ഇൻ ടു ദി ബ്രോങ്കിയോൾസ് പറഞ്ഞു, which further divided into the bronchioles. Then ഈ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് മൈന്യൂട്ട് ആയിട്ടുള്ള എന്തായിട്ടായിരുന്നു? ഈച്ച് ബ്രോങ്കസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ബ്രോങ്കിയോൾസ്. ഫർദർ ദ ബ്രോങ്കിയോൾസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ദി ആൽവിയോൾ. എന്തായിട്ട് മാറുന്നുണ്ട്? ആൽവിയോളസ്. ഇറ്റ് ലീഡ്സ് ഇൻ ടു ദി ആൽവിയോളസ്. ആൽവിയോളസ് എന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ ഈ വാക്ക്? ആൽവിയോളസ് എന്ന് പറയാം എയർ സാക്സ് എന്ന് പറയാം. ആൽവിയോളസ് ഇസ് നോൺ ആസ് ദി എയർ സാക്സ്. അപ്പോൾ ലങ്സിന്റെ ബേസിക് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽവിയോളസിനെ പറയാം. ആൽവിയോളസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? മൈന്യൂട്ട് ആയിട്ടുള്ള എയർ സാക്സ് ആണ്. മൈന്യൂട്ട് ആയിട്ട് തിൻ വാൾഡ് ആയിട്ടുള്ള എയർ സാക്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ തിൻ വാൾഡ് ആയിട്ടുള്ള എയർ സാക്സിന് പറയുന്ന പേരാണ് എന്ത്? ആൽവിയോളസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഇറ്റ് ഈസ് ദ ലൊക്കേഷൻസ് വെർ ദ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. എവിടെ? അതായത് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ആൽവിയോളസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ആൽവിയോളസിനകത്ത് വെച്ചിട്ടാണ് ഓക്സിജനെ ബ്ലഡിലോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ വീണ്ടും ആൽവിയോളസിലോട്ട് നയിക്കുകയും ചെയ്യുന്നത് എവിടെ വെച്ച്? അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് മെയിൻ ആയിട്ട് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ആൽവിയോളസ് ആണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ, അതായത് ഇൻ കേസ് ഓഫ് ദി ഹ്യൂമൻ ബീങ്സ് വി ഹാവ് അപ്രോക്സിമേറ്റ്ലി 300 millions of alveolus presence in our lungs. ഓക്കെ, അപ്പൊ നമ്മുടെ ലങ്സിൽ എന്ത് പ്രസന്റ് ആണ്? 300 millions of alveolus present ആണ്. Okay, 300 millions of alveolus presence in the inside of lungs. Oh, what is respiratory system എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഏതാണ്? ലങ്സ് തന്നെയാണ്. മറ്റൊന്നുമല്ല. എന്താണ് ലങ്സ്? ലങ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? Where is the locations of the lungs? നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ലങ്സ് സ്ഥിതി ചെയ്യുന്നത്? It is located at the upper part of the body. Okay, it is mainly located at the upper part of the ബോഡിയുടെ അപ്പർ പാർട്ട് അതിനെ നമുക്ക് എന്ത് പറയാം? തൊറാസിക് ക്യാവിറ്റി എന്ന് പറയാം. അപ്പർ പാർട്ടിനെ തൊറാസിക് ക്യാവിറ്റി എന്നും ഡയഫ്രത്തിന് താഴെയുള്ള ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? അബ്ഡോമൻ എന്ന് പറയാം. അപ്പോൾ where is the location of the lungs? Lungs is located inside the ചെസ്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലങ്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലങ്സിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഇറ്റ് ഈസ് ആൾസോ കവേർഡ് വിത്ത് സം കൈൻഡ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏതൊരു ഓർഗൻ എടുത്താലും അതിനൊരു കവറിങ് ഉണ്ടാവും, അല്ലെ? കുറെ ടൈപ്പ് ഓഫ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂസ്, അങ്ങനെയുള്ള ടിഷ്യൂസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കവറിങ് ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ലങ്സിനെ പൊതിഞ്ഞിരിക്കുന്ന കവറിങ്ങിനെ പറയുന്ന പേരാണ് പ്ലൂറ. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ലങ്സ് വിച്ച് ഈസ് കവേർഡ് ബൈ ദി പ്ലൂറ. പ്ലൂറ കൊണ്ടാണ് എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കവർ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലങ്സ് കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൾസോ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് ഇതെന്ന് പറയുന്നത് പ്ലൂറ. It is a made up chloroplast കണ്ടിട്ടില്ലേ നിങ്ങൾ? ഡബിൾ ലെയർഡ് മെംബ്രെയിൻസ് എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് ദാറ്റ് the lungs is also covered by a double layered membrane. It is known as the pleura. In between the two layers there is a pleural fluid, some kind of fluid presence in between the membranes, that is known as the pleural fluid. It also mainly helps to reduce the friction of the lungs.
എന്തിനാ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബ്രീത്ത് ചെയ്യുമ്പോൾ ലങ്സ് എന്ന് പറയുന്നത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയുള്ള വാൾസുമായിട്ട് കൺട്രാക്ഷൻ വരാതെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫ്രിക്ഷൻ വരാതെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് അവിടെ ഉള്ളത് ഈ ഒരു പ്ലൂറൽ ക്യാവിറ്റി അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള പ്ലൂറ പ്രസന്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് പ്ലൂറൽ ഫ്ലൂയിഡും പ്രസന്റ് ആയിരിക്കുന്നത്. വാട്ട് ഇസ് എ നെസസറി അല്ലെങ്കിൽ വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദ പ്ലൂറൽ മെമ്പറൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ഓഫ് ദ ലങ്സ്. ലങ്സിന്റെ അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് ലങ്സിന്റെ ഫ്രിക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് അവിടെ ഒരു പ്ലൂറൽ മെമ്പറൈൻസ് ഉള്ളത്. ഓക്കെ. Well, actually, what is a respiratory system? Is simply it is known as it is the gas exchange. ഒരു gas exchange ആണ് respiratory systems. In case of the human beings, the respiration is the inhaling of the oxygen and exhaling of the carbon dioxide. Inhaling of the oxygen and exhaling of the carbon dioxide. This is a simple process. Is it? Yes. It is. നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോസസ് ആണോ? അല്ല. Okay. Then it is taking place automatically. Automatically എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നടന്ന് കൊണ്ടിരിക്കുകയാണ്. What is the necessary of respiration? അതായത് we require energy. Is it? Yes, we require energy. We also get some kind of nutrients from the food materials, and also we get the cellular respirations also requires oxygen. അപ്പോൾ cellular respiration എന്ത് വേണം? ഓക്സിജൻ വേണം. So we respire. നമ്മൾ ശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓക്സിജൻ കിട്ടുന്നത്. Okay. What is the parts of the respiratory system? ഏതൊക്കെയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സ് എന്ന് പറയുന്നത്? It begins with the nostrils, then it leads to the nasal cavity. Nasal cavity leads to the നമ്മുടെ pharynx എന്നൊരു ഭാഗമുണ്ട്. pharynx അത് കഴിഞ്ഞാൽ leads to the pharynx and trachea. It is also ഒരു സിമ്പിൾ ട്യൂബ് ആണ്. It is also covered with the what C-shaped rings അല്ലെങ്കിൽ ഒരു കാർട്ടിലേജിനസ് ആയിട്ടുള്ള റിങ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? ആ ഒരു ട്യൂബ് നമ്മുടെ ശ്വാസം എടുക്കുമ്പോഴും ആ ട്യൂബ് അതേപടി തന്നെ നിലനിർത്താൻ അല്ലെങ്കിൽ അത് കൺട്രാക്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്തുള്ളത്? ഒരു C-shaped ആയിട്ടുള്ള കോൺട്രാക്റ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക കോൺട്രാക്റ്റൈൽ ആയിട്ടുള്ളതും കാർട്ടിലേജിനസ് ആയിട്ടുള്ള റിങ്സ് പ്രസന്റ് ആണെന്ന് പറയുന്നത്. മനസ്സിലായി? Then this trachea further divided into two bronchi. രണ്ട് ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. It is further divided into further bronchioles. എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ബ്രോങ്കിയോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. Then further each bronchioles is further divided into large numbers of the alveoli. Where is the location of the gas exchange takes place? എവിടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് takes place ചെയ്യുന്നത്? അല്ലെങ്കിൽ where is the locations of the oxygen intake and carbon dioxide expel out ചെയ്യുന്ന ആ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന നമ്മുടെ ലങ്സിന്റെ ഏത് പോർഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാം? അത് ആൽവിയോളസ് ആണ്. നമുക്ക് ഏകദേശം 300 millions of alveolus നമ്മുടെ ലങ്സിൽ. ഇൻ കേസ് ഓഫ് ദി ഹ്യൂമൻ ബീങ്സ് 300 millions of the alveolus are present. Okay, where it is the locations of the gas exchange actually takes place. Okay, then the diaphragm. What is the diaphragm? ഇതൊരു ഡോം ഷേപ്പ് ആയിട്ടുള്ള ഒരു ഓർഗനെയാണ് നമ്മൾ എന്താ പറയാം? ഡയഫ്രം എന്ന് പറയാം. ഇറ്റ്സ് എ ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഈ ഒരു രീതിയിലുള്ള ഒരു ഓർഗനാണ്. ഡോം ഷേപ്പ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് എന്ന് പറയുന്നത് ഡയഫ്രം. ദാറ്റ് സെപ്പറേറ്റ്സ് അവർ ബോഡി ഇൻടു ദി thoracic cavity as well as the abdominal cavity. നമ്മുടെ ബോഡിയെ thoracic cavity ആയിട്ടും abdominal cavity ആയിട്ടും അല്ലെങ്കിൽ abdomen ആയിട്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഡയഫ്രം. ഓക്കെ. എങ്ങനെയാണ് ഡയഫ്രം നമ്മുടെ ശ്വസനത്തെ how the importance of the diaphragms in case of our respiratory systems or the respirations എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നോക്കും. ഓക്കെ. You get the clear idea about what is the respiration. What is the respiration? Inhaling of oxygen and exhaling of the carbon dioxide. What are the respiratory parts in case of the human beings? What is the nostrils, nasal cavity, and then pharynx, then the trachea. Trachea is also divided into further bronchus, then further divided into bronchioles. It's further divided into the alveolus item. ഈ ആൽവിയോളസിന് ചുറ്റും തന്നെ ഈ ആൽവിയോളസ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എയർ സാക്സ് ആണെന്ന് പറഞ്ഞു ആൽവിയോളസ്. ഇപ്പൊ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ആൽവിയോളസിലാണ്. ഇതിന് ചുറ്റുമായിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാപ്പിലറീസ് പ്രസന്റ് ആണ്. കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് സം കൈൻഡ് ഓഫ് കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ്. മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിന് പറയുന്ന പേരാണ് എന്ത്? കാപ്പിലറീസ്. ഓക്കെ. മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിന് പറയുന്ന പേരാണ് കാപ്പിലറീസ്. അപ്പൊ ഈ ഒരു ആൽവിയോളസിനെ പൊതിഞ്ഞുകൊണ്ട് ലാർജ് നമ്പേഴ്സ് ഓഫ് എന്തുണ്ട്? തിൻ വാൾഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുക? ഫ്രം ദി വെൻ വി ബ്രീത്ത് ഇൻ അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ലങ്സിലോട്ട് എന്തെത്തുന്നു? അല്ലെങ്കിൽ ആൽവിയോളസിൽ എന്തെത്തുന്നു?
ഓക്സിജനത്തിൽ നിന്ന്. ഫ്രം ദ ഓക്സിജൻ ദാറ്റ് അവിടെ നിന്ന് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലായിരിക്കും, ആൽവിയോളസിൽ കൂടുതലായിരിക്കും. പിന്നെ വെൻ കമ്പയർ ടു ദി ഇവിടെ നമ്മുടെ ബ്ലഡ്, അതായത് ബ്ലഡ് വെസൽസിലുള്ള ബ്ലഡിൽ നോക്കുകയാണെങ്കിൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കൂടിയ കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനിലോട്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും. എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്യും. ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻസ് ദ ഓക്സിജൻ മോളിക്യൂൾ diffuses into from the alveolus to blood vessels or the blood capillaries. അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസിൽ എന്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻസ്, അതായത് ഹാർട്ടിൽ നിന്ന് വരുന്ന ബ്ലഡ് ആയതുകൊണ്ട് അതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ് മൂവ് ടു ദി ലോവർ കോൺസെൻട്രേഷൻ. ദാറ്റ് മീൻസ് ഫ്രം ദ ബ്ലഡ് കാപ്പിലറീസ് കാർബൺ ഡൈ ഓക്സൈഡ് മൂവ് ടു ദി or diffuses into the alveolus. Okay, that's a process. That's a process is known as what, gas exchange. Simple ആയിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് എവിടെ നടക്കുന്നത് മനസ്സിലായല്ലോ. എവിടെയാണ് നടക്കുന്നത്, ഇൻസൈഡ് ദി lungs or inside the alveolus. What is our respiratory organ? Lungs. Is our respiratory organ? Lungs. It is also covered by a double layered membrane. അതിന്റെ പേര് മറക്കേണ്ട എന്താണ്, pleural membrane. In between them there is a pleural fluid is also present. There is a pleural fluid is also present. That is mainly helps to the reduce the friction of the lungs in the ശ്വസിക്കുമ്പോൾ എന്താ പറയുക, thoracic cavity ആയിട്ടുള്ള ഫ്രിക്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, അവിടെ ഒരു പ്ലൂറൽ ഫ്ലൂയിഡ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ അല്ലേ? ലെറ്റ് us do another activity. ഒരു ആക്ടിവിറ്റി കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അതായത് ഒരു സ്ക്രീനിലൊരു പിക്ചർ കാണും. ആ പിക്ചറിൽ കുറെ പാർട്സ് ഉണ്ടാവും. ആ പാർട്സ് അൺലേബിൾഡ് ആയിരിക്കും. ആ അൺലേബിൾഡ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക. എന്നിട്ട് അതെനിക്ക് അയച്ചു തരിക. ഓക്കെ, അതായത് സ്ക്രീനിൽ കാണുന്ന ആ പിക്ചറിൽ അൺലേബിൾഡ് ആയിട്ടുള്ള പാർട്സിന് എന്ത് ചെയ്യാം, ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ആ ABC എന്നുള്ളതിൻ്റെ എനിക്ക് ഫില്ല് ചെയ്തിട്ട് അയച്ചു തരിക. ഇതുപോലെ അടുത്തൊരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫ്ലോ ചാർട്ട് ഡയഗ്രാം ആ സ്ക്രീനിൽ കാണിക്കാം. ആ ഫ്ലോ ചാർട്ട് ഡയഗ്രത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള ഭാഗം കൂടി എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് തരിക. അതായത് ഇതൊരു എന്തിന്റെ പാത്താണ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാത്താണ്. അതിന് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ഡയഗ്രാം കാണിക്കാം. അതിൽ ഓരോ പാർട്ടും ഏതൊക്കെയാണെന്ന് കുറെ ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും. അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എനിക്ക് അതും എഴുതി അയച്ചു തരിക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ് us do another activity. ഒരു ആക്ടിവിറ്റി കൂടി ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കോളം ഉണ്ട്, A കോളും B കോളും. ഫസ്റ്റ് കോളത്തിൽ എന്ന് പറയുന്നത് പാർട്സ് ഓഫ് എ റെസ്പിറേറ്ററി ട്രാക്ട്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ പാർട്സും. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻസും. അപ്പോൾ മിസ്മാച്ച് ചെയ്ത് തന്നിട്ടുണ്ടാവും, അതിന് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. A കോണും B കോണും തമ്മിൽ മാച്ച് ചെയ്ത് ഫോളോ ചെയ്യും. ഓക്കെ, അതാണ് അടുത്ത ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ A കോളത്തിൽ റെസ്പിറേറ്ററി പാർട്സ് ഉണ്ടാവും, അതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് B കോളത്തിൽ ഉണ്ടാവും. ജസ്റ്റ് ജോയിൻ ചെയ്യിപ്പിക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, എനിക്ക് അയച്ചു തരിക. ഓക്കെ, ഐ തിങ്ക് യു ഗെറ്റ് ദ ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് റെസ്പിറേഷൻ ആൻഡ് വാട്ട് ഈസ് ദ റെസ്പിറേറ്ററി പാർട്സ്. ഏതൊക്കെയാണ് റെസ്പിറേഷൻ, എന്താണ് റെസ്പിറേഷൻ എന്നും റെസ്പിറേറ്ററി പാർട്സും ഏതൊക്കെയാണെന്നത്, ആ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു ഹോം അസൈൻമെന്റ് കൂടി തരാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റെസ്പിറേഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതി തയ്യാറാക്കുക. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അബൌട്ട് ദി റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, താങ്ക് യു.